അമ്മ മരിച്ചപ്പോ ഡെയ്സി വല്ലാതെ വിഷമിച്ചു കാണുമല്ലേ? പക്ഷേ അമ്മയെ പറ്റി ഞാൻ ഒരിക്കലും വിഷമിക്കരുതെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതൊക്കെ കരയാതെ സഹിക്കാൻ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നു. അമ്മ മരിച്ചപ്പോ വല്ലാത്ത ശൂന്യതയായിരുന്നു എനിക്ക്. ആയ ലക്ഷ്മി മാത്രമേ എന്നെ നോക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടിച്ചായനും, എ ക്രോണിക് ബാച്ചിലർ, ഇപ്പൊ കാനഡയിലാ. ഓ സച്ച് എ ഡാർലിംഗ്. ഡാഡിയോ? ബിസിനസിന്റെ തിരക്ക് കാരണം പപ്പയ്ക്ക് ഒന്നിനും സമയമില്ല. അതാ പപ്പ എന്നെ ഈ സ്കൂളിൽ ചേർത്തത്. ഡെയ്സി, താൻ പാട്ടുകാരിയല്ലേ? ടാലന്റ് കോൺടെസ്റ്റ് വരുന്നുണ്ട്. ഡെയ്സി മത്സരിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഏയ് ഞാനില്ല, അത് പറ്റില്ല. ഡെയ്സി പാടണം. Hey, Daisy പാടാൻ പോകുന്നു. She's going to sing. Bomb. Thank you, students. That was Daisy. The next item is Rajat Menon, how many fathers do you have? You bloody Stop it! Why don't you find someone of your own size? mind your own business. എന്റെ അച്ഛനും ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. 7 വർഷം, അതും അടുത്തടുത്തിരുന്നു. ബാലകൃഷ്ണ മേനോൻ ഈ സ്കൂളിലെ എക്കാലത്തെയും ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അയാളെ വിളിപ്പിച്ച് നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ബാലനില്ലല്ലോ. അതുകൊണ്ട് നീ എന്ത് കാണിച്ചാലും ഈ 1 വർഷം കൂടി ഞാൻ നിന്നെ സഹിച്ചേ പറ്റൂ. നിന്റെ ഇളയച്ചൻ സ്ഥലത്തുണ്ടോ? ഈ കത്ത് നീ അദ്ദേഹത്തിന് കൊടുക്കണം. എനിക്ക് നിന്റെ സ്കൂളിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ നാളെ ഡൽഹിക്ക് പോവാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇളച്ച, ഞാനൊരു കത്ത് തരാം, അത് പ്രിൻസിപ്പലിന് കൊടുക്കും. നിന്റെ അച്ഛൻ മരിക്കുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്റെ മകന് നീ അല്ലാതെ മറ്റാരും ഇല്ലാന്ന്. ജീവിതത്തിൽ എന്നെപ്പോലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിന് കഴിഞ്ഞൊന്നും വരില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് നിറവേറ്റാൻ നീ തന്നെ എന്നെ സഹായിക്കണം. അവൻ അവളുടെ ബ്ലൗസിന്റെ കുടുക്കുകൾ ഒന്നൊന്നായി അഴിച്ചു. അവളുടെ വികാരങ്ങൾക്ക് തീ പിടിച്ചു. അതെന്താ വികാരങ്ങൾക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞ? വീട്ടിലൊക്കെ തീ പിടിക്കോ? സർപ്പത്തെ പോലെ അവൻ അവളുടെ മേൽ പടർന്നു കയറി. അവൻ അവളുടെ മേൽ അവളുടെ മേൽ പടർന്ന് കയറിയെന്ന്. പടർന്നേർന്ന വള്ളിയല്ലേ? സർപ്പം എന്ന് പറഞ്ഞ പാമ്പല്ലേ? അവൻ അവളെ കളിപ്പിച്ചതാ. എന്താടാ എല്ലാരും ഇവിടെ? നിന്നെ ഞങ്ങൾ എവിടൊക്കെ നോക്കി. നീ എവിടെ പോയിരുന്നു? ഹെഡ് മാസ്റ്റർ കാണാൻ. തിരിച്ചു വന്നപ്പോ നിങ്ങൾ ആരുമില്ല. അപ്പൊ വെറുതെ ഇറങ്ങിയതാ. ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, പതിവ് വാർണിംഗ്സ്. ബട്ട് ഹൂ ദ ഹെൽ ഡസ് ഷി തിങ്ക് ഷീ ഈസ്? ബ്ലഡി ബിച്ച്. What have you said? She's just beautiful. നീ വായി നോക്കി നടന്നോ. പക്ഷേ എന്റെ അടുത്ത് ഞഞ്ഞാവിഞ്ഞ പരിപാടിയും കൊണ്ട് വന്നാൽ ഐ വിൽ ടീച്ച് ഹർ എ ലെസൺ. ഒരു പ്രത്യേക ടൈപ്പ് അവൻ. 4 വയസ്സിന് ശേഷം അവൻ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല രവി.
എന്റെ പ്രോബ്ലംസ് കാരണം അവന് വേണ്ടത്ര ശ്രദ്ധിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല. അതായിരിക്കും അവന് മാലതിയോട് ഇഷ്ടമല്ലാത്തത്. അവൻ തനി അച്ഛൻകുട്ടി തന്നെയാണ്. അച്ഛനോട് മാത്രം വലിയ സ്നേഹമായിരുന്നു. ചിലപ്പോൾ ഞാൻ എത്ര തല്ലിയാലും കരയാതെ ആ മനുഷ്യൻ നോക്കുന്നത് പോലെ കുറ്റപ്പെടുത്തുന്ന നോട്ടമായിട്ട് അവൻ കരിങ്കല്ല് പോലെ നിൽക്കും. എനിക്കങ്ങോട്ട് അവനെ കൊന്നുകളയാനുള്ള കലി വരും. അപ്പോൾ തനിക്ക് സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളുടെ കുട്ടിയെ പ്രസവിക്കേണ്ടി വരുന്നതിലും വലിയ ദുരിതം ഒരു സ്ത്രീക്ക് വരാനുണ്ടോ രവി? വലിയ കുട്ടിയായി പോയല്ലോ മോനെ. പ്രദീപ്, ഇത് മിസ്റ്റർ രവി. ഹലോ. ഞാൻ നിനക്ക് എഴുതിയിരുന്നല്ലോ മോനെ. മിസ്റ്റർ രവി ലേക്കിന്റെ കരയിൽ ഒരു കോട്ടേജ് വാങ്ങാൻ പോകുന്നു. മോനിനി എന്നും അമ്മയുടെ കൂടെ താമസിക്കാലോ. ഞാൻ വരില്ല. ഐ വോണ്ട് കം. ഗെറ്റ് ലോസ്റ്റ്. അവൻ ശരിക്കും വലിയ കുട്ടിയായിപ്പോയി. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഓരോ മനുഷ്യരും ഓരോ പ്രത്യേക രീതിയിൽ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടേതായ കാരണങ്ങളുണ്ടാവും. അത് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത്രയ്ക്കൊന്നും ആലോചിക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. അച്ഛൻ മരിച്ചിട്ട് എത്ര കാലമായി? ഇതുവരെ എവിടെയായിരുന്നു ആ സ്ത്രീ? കൂടെ അയാളും. കുഞ്ഞേ, എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ചിലതൊക്കെ അന്വേഷിക്കുകയാണ്. സുഖം, സന്തോഷം, സമാധാനം, ശാന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇളയച്ചൻ എന്തായി പറയുന്നത്? അയാളുടെ വീട്ടിൽ പോയി ഞാൻ അവരുടെ കൂടെ താമസിക്കണമെന്നോ? അല്ല, നീ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ. ആ ഭാഷ എന്നേ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാലും പറയാം, എന്നെങ്കിലും നിനക്കത് മനസ്സിലായിക്കൂടാന്നില്ല. ഈ സന്തോഷവും സമാധാനവും ഒക്കെ ആരിൽ നിന്ന് എവിടെ നിന്ന് കിട്ടുന്നുവോ അങ്ങോട്ടാണ് മനുഷ്യൻ തിരിയുന്നത്. ഈ ചെടികള് സൂര്യപ്രകാശത്തിലേക്ക് തിരിയുന്നത് നീ കണ്ടിട്ടില്ലേ? നിന്നിൽ നിന്നോ നിന്റെ അച്ഛനിൽ നിന്നോ കിട്ടാതിരുന്ന സ്നേഹവും സന്തോഷവും നിന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ അയാളിൽ നിന്ന് കിട്ടുന്നുണ്ടാവണം. അത് മനസ്സിലാക്കിയാൽ നിന്റെ വിഷമം തീരും. സ്നേഹവും സന്തോഷവും എന്നുവെച്ചാ ശരിക്കും എന്താണ് ഇളയച്ച? ചെയ്യാമായിരുന്നു, പക്ഷെ സ്ഥാനം തെറ്റിപ്പോയി. What nonsense is this? I am asking you, what nonsense is this? സർ, ഞാനല്ല സർ. Shut up! നിന്നെ നേരെയാക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ.
മിസ്റ്റർ ചാരംഗമാണി, ഇവൻ നമ്മളുടെ സ്കൂൾ കോറിഡോർ മുഴുവൻ വൃത്തിയാക്കട്ടെ. as a punishment. What about bathroom, sir? No, this time only corridor. ഇപ്പൊ ഞാൻ ശരിക്കും കുറ്റക്കാരനാ. പോയി കംപ്ലൈന്റ് ചെയ്യും. പ്രദീപ് Leave me alone. ശരിക്കും കിട്ടിയടാ പ്രദീപിന്. കണ്ടോടാ, അങ്ങനെ ഇരിക്കും അരവിന്ദനോടെ കളിച്ച. പ്രദീപ്, I'm very sorry. You get lost. ഞാൻ ശരിക്കും പേടിച്ചു പോയി. തനി ഭ്രാന്തനെ പോലെയായിരുന്നു അപ്പ ആ കുട്ടിയുടെ മുഖം. ദേഷ്യം വന്നാലേ എന്തും ചെയ്യാൻ അവൻ മടിക്കില്ല. താൻ ഇനി പ്രതിന്റെ മുമ്പിൽ പോകണ്ട. എനിക്കറിയാം, പ്രദീപ് അടിയും വഴക്കും ഒക്കെ എപ്പോഴും ഉണ്ടാക്കുമെങ്കിലും he wouldn't have done this. അരവിന്ദന്റെ വായ നോക്കിയാ. എന്നാലും ആ കുട്ടി അങ്ങനെ ചെയ്യാവോ? ഛേ, അതും എല്ലാ കുട്ടികളുടെ മുൻപിൽ വെച്ച്. അമ്പടി, അപ്പൊ ആരും കാണാതെ കിസ് ചെയ്തിരുന്നെങ്കിൽ നീ കംപ്ലൈന്റ് ചെയ്യില്ലായിരുന്നല്ലേ? ഇതാര്? മോള് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എഴുത്ത് കിട്ടിയോ? അതല്ലേ ആയ പോന്നത് മോളെ. ഈ സ്കൂൾ എങ്ങനെ കണ്ടുപിടിച്ചു? മൂത്ത മോൻ ഇപ്പൊ ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റില. ഞാൻ അവന്റെ അടുത്ത് വന്നു ഇന്നലെ. ഇവിടെ വന്ന് കുറെ ദിവസം ആയെ കാണാതെ എനിക്ക് എന്ത് സങ്കടമായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ കിടന്ന് കരയുമായിരുന്നു. എന്റെ മോളെ. എന്താ ഞാൻ നിന്നെ വിളിക്കാൻ വന്നതല്ല, കാണാൻ മാത്രം വന്നതാ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ മോനെ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതാ സീറ്റ്സ് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കും. വേണ്ട, എനിക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകനാ, വലിയ ദേഷ്യക്കാരനാ.